CPI ജില്ലാ സമ്മേളനം ഇരിങ്ങാലക്കുടയിൽ തുടരുന്നു. കോൺഗ്രസിന്റെ കൈപ്പത്തിയിലുള്ളത് വടകര ബേപ്പൂർ മോഡൽ സഖ്യത്തിന്റെ തഴമ്പെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ സമ്മേളനത്തിൽ വിമർശനം. BJP സംസ്ഥാന ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചു. MT രമേശും ശോഭാ സുരേന്ദ്രനും നേതൃനിരയിലേക്ക്. മുൻ DGP R ശ്രീലേഖ വൈസ് പ്രസിഡന്റാകും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരായ പുലിപ്പല്ല് മാല പരാതിയിൽ വനം വകുപ്പ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. പരാതിക്കാരനോട് ഈ മാസം 21-ന് നേരിട്ട് ഹാജരായി മൊഴി നൽകാൻ നിർദ്ദേശം നൽകി വനം വകുപ്പ്. വെള്ളിക്കുളങ്ങര നായാട്ടുകുണ്ടിൽ വീടുകൾക്കരികെ പുലിയെ കണ്ടതായി നാട്ടുകാർ. കാലടി പ്ലാന്റേഷനിലെ 17-ാം ബ്ലോക്കിൽ ഫെൻസിംഗിലേക്ക് ആനക്കൂട്ടം എണ്ണപ്പന മറിച്ചിട്ടു. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ ദേശീയ താളവാദ്യോത്സവത്തിന് തൃശൂരിൽ തുടക്കമായി. 3 ദിവസങ്ങളിലായി അരങ്ങേറുന്ന താളവാദ്യോത്സവം ഞായറാഴ്ച സമാപിക്കും. മാലിന്യമുക്തവും ശുചിത്വമുള്ളതുമായി തൃശൂർ നഗരത്തെ മാറ്റാനുള്ള പ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടാകരുതെന്ന് മന്ത്രി MP രാജേഷ്. കുരിയച്ചിറയിലെ ആധുനിക മാലിന്യ പ്ലാന്റിനെതിരെ സമരം ചെയ്യുന്നത് സാമൂഹ്യദ്രോഹികളും വിവരമില്ലാത്തവരുമാണെന്നും മന്ത്രി. വാർത്തകളിലേക്ക് വിശദമായി. LDF തന്നെ 3-ാം വട്ടവും അധികാരത്തിൽ വരട്ടെ എന്നാണ് ജനങ്ങൾ പറയുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനം ഇരിങ്ങാലക്കുടയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJPയുമായി വലിയ ചങ്ങാത്തത്തിലാണ് UDF എന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. വടകര ബേപ്പൂർ മോഡൽ സഖ്യത്തിന്റെ തഴമ്പാണ് കോൺഗ്രസിന്റെ കൈപ്പത്തിയിൽ. SDPI അടക്കം പൊതുരൂപങ്ങളെ ചേർത്തുകൊണ്ടാണ് ആ പഴയ സഖ്യം വിപുലീകരിച്ചിരിക്കുന്നത്. എല്ലാ അടവും പയറ്റിയാലും കോൺഗ്രസിന്റെ ആ നീക്കത്തെ ജനങ്ങൾ ചെറുത്തു തോൽപ്പിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ ഭാവി തീരുമാനിക്കുവാൻ കെൽപ്പുള്ള പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ 100-ാം വർഷത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധ്വാനിക്കുന്ന വർഗത്തിന്റെ ശബ്ദമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വരും കാലം വേറുറ്റ ലക്ഷ്യബോധമുള്ള പോരാട്ടങ്ങളുടെ കാലമാണെന്നറിഞ്ഞുകൊണ്ട് എല്ലാ തുറകളിലും കമ്മ്യൂണിസ്റ്റ് ചെങ്കൊടിയുടെ മഹത്വം വർദ്ധിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരായി മുന്നേറുന്ന ലക്ഷക്കണക്കായ സമരസഖാക്കളുടെ പടനിരയാണ് CPI. ഇരിങ്ങാലക്കുടയിൽ CPIയുടെ ജില്ലാ സമ്മേളനം തുടരുകയാണ്. KV വസന്തകുമാർ ചെയർമാനും KS ജയ, ET ടൈസൺ മാസ്റ്റർ, NK ഉദയപ്രകാശ്, ബിനോയ് ഷബീർ എന്നിവർ അംഗങ്ങളുമായ പ്രസീഡിയവും പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളടങ്ങിയ സ്റ്റിയറിംഗ് കമ്മിറ്റിയുമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിക്കുന്നത്. TK സുധീഷ് കൺവീനറായ പ്രമേയ കമ്മിറ്റിയെയും T പ്രദീപ് കുമാർ കൺവീനറായ ക്രെഡൻഷ്യൽ കമ്മിറ്റിയെയും രാകേഷ് കണയാമ്പറമ്പിൽ കൺവീനറായ മിനിറ്റ്സ് കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. CPI ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിനെതിരെ രൂക്ഷ വിമർശനം. തൃശൂരിലെ തോൽവി പാർട്ടിയുടെ പ്രതീക്ഷകളെ തകിടം മറിച്ചു. സംസ്ഥാന സർക്കാരിനെതിരായുള്ള ഭരണവിരുദ്ധ വികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. LDFന്റെയും പാർട്ടിയുടെയും പ്രതീക്ഷകളെ തകിടം മറിച്ചാണ് തൃശൂരിൽ VS സുനിൽകുമാറിന്റെ തോൽവിയുണ്ടായത്. ന്യൂനപക്ഷ സമുദായങ്ങൾ കോൺഗ്രസിന് അനുകൂലമായ നിലപാട് തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചു. 5 വർഷത്തോളം സോഷ്യൽ മീഡിയ പേജുകളും ഇൻസ്റ്റഗ്രാം ഹാൻഡിലുകളും വാടകയ്ക്കെടുത്താണ് സുരേഷ് ഗോപിക്കായി BJP പ്രചരണം നടത്തിയത്. കരുവന്നൂർ ഉൾപ്പെടെയുള്ള ബാങ്കുകളിലെയും സഹകരണ സ്ഥാപനങ്ങളിലെയും അഴിമതികൾ തെരഞ്ഞെടുപ്പിൽ ക്ഷീണം ചെയ്തു. തൃശൂർ പൂരം വെടിക്കെട്ട് വിവാദം LDFനെതിരായി ഉപയോഗിച്ചു. തെരഞ്ഞെടുപ്പ് ദിവസം LDF കൺവീനർ EP ജയരാജൻ നടത്തിയ വാർത്താസമ്മേളനം ന്യൂനപക്ഷങ്ങളെ അകറ്റിയതായും റിപ്പോർട്ടിൽ പറയുന്നു. ഗവർണർ രാജേന്ദ്ര അർലേക്കറെ ഉടൻ തിരിച്ചു വിളിക്കണമെന്നും ഗവർണർ പദവി എടുത്തുകളയണമെന്നും CPI ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സംഘപരിവാറിന്റെ താൽപര്യങ്ങൾക്കെതിരെ നിൽക്കുന്ന സംസ്ഥാനങ്ങളെ തകർക്കാനുള്ള രാഷ്ട്രീയ ആയുധമാണ് ഗവർണർ പദവി. വിശ്വാസ്യതയില്ലാത്ത രാഷ്ട്രീയക്കാരെയും സംസ്ഥാന രാഷ്ട്രീയത്തിന് പറ്റാത്തവരെയുമാണ് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ ഗവർണർമാരായി അയക്കുന്നത്. ഇത്തരം ആളുകൾ രാജ്ഭവനുകളെ സംഘപരിവാർ ആസ്ഥാനങ്ങളാക്കി മാറ്റുന്നു. നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാനും ഇപ്പോൾ രാജേന്ദ്ര അർലേക്കറും നടപ്പാക്കുന്ന സംഘപരിവാർ അജണ്ടകൾ ഫെഡറൽ സംവിധാനത്തിന്റെയും ജനാധിപത്യ മര്യാദകളുടെയും എല്ലാ സീമകളും ലംഘിച്ചിരിക്കുന്നുവെന്നും പ്രമേയം കുറ്റപ്പെടുത്തി. പാലിയേക്കര ടോൾ പിരിവ് അവസാനിപ്പിക്കാൻ ദേശീയപാത അതോറിറ്റി അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മറ്റൊരു പ്രമേയത്തിലൂടെ സമ്മേളനം ആവശ്യപ്പെട്ടു. BJP സംസ്ഥാന ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചു. 10 വൈസ് പ്രസിഡന്റുമാരും 4 ജനറൽ സെക്രട്ടറിമാരും പട്ടികയിലുണ്ട്. MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, S സുരേഷ്, അനൂപ് ആന്റണി എന്നിവരാണ് ജനറൽ സെക്രട്ടറിമാർ. മുൻ DGP R ശ്രീലേഖ, ഷോൺ ജോർജ്, ഡോക്ടർ KS രാധാകൃഷ്ണൻ, C സദാനന്ദൻ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, P സുധീർ, അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ഡോക്ടർ അബ്ദുൽ സലാം എന്നിവർ വൈസ് പ്രസിഡന്റുമാരാകും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരായ പുലിപ്പല്ല് മാല പരാതിയിൽ വനം വകുപ്പ് പ്രാഥമിക അന്വേഷണം തുടങ്ങി.
വാടാനപ്പള്ളി സ്വദേശി AM മുഹമ്മദ് ഹാഷിം നൽകിയ പരാതിയിലാണ് അന്വേഷണം. ഈ മാസം 21-ന് പട്ടിക്കാട് റേഞ്ച് ഓഫീസർക്ക് മുന്നിൽ ഹാജരാകാൻ പരാതിക്കാരൻ നോട്ടീസ് നൽകി. സാധ്യമാകുന്ന തെളിവുകളും രേഖകളും ഹാജരാക്കാനും നിർദ്ദേശം നൽകി. പുലിപ്പല്ല് മാല ഉപയോഗിച്ചതിന് റാപ്പർ ഗായകൻ വേടനെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് സുരേഷ് ഗോപിക്കെതിരെ പരാതി ഉയർന്നത്. വെള്ളിക്കുളങ്ങര നായാട്ടുകുണ്ടിൽ വീടുകൾക്കരികെ പുലിയെ കണ്ടതായി നാട്ടുകാർ. നായാട്ടുകുണ്ട് പൂവക്കാട്ടിൽ അസീസിന്റെ വീടിന് പിന്നിലുള്ള കോഴിക്കൂടിന് സമീപമാണ് വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെ പുലിയെ കണ്ടത്. പട്ടികൾ കുരയ്ക്കുന്ന ശബ്ദം കേട്ട് ജനലിലൂടെ നോക്കിയപ്പോഴാണ് കോഴിക്കൂടിനരികെ പുലി നിൽക്കുന്നതായി വീട്ടുകാർ കണ്ടത്. സമീപത്തുള്ള ചേറങ്ങാടൻ പോളി തോമസിന്റെ വീടിനു സമീപവും പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് നിന്ന് നായ്ക്കളെ കാണാതായതായും പരാതിയുണ്ട്. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, വാർഡംഗം ചിത്ര സുരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MR രഞ്ജിത്ത് എന്നിവരും വിവരമറിഞ്ഞ് നായാട്ടുകുണ്ടിലെത്തി. പുലിയുടെ സാന്നിധ്യം കണ്ടെത്തുന്നതിനായി പ്രദേശത്ത് വനംവകുപ്പ് അധികൃതർ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. കാലടി പ്ലാന്റേഷനിലെ 17-ാം ബ്ലോക്കിൽ ഫെൻസിംഗിലേക്ക് ആനക്കൂട്ടം എണ്ണപ്പന മറച്ചിട്ടു. അങ്കനവാടിക്ക് സമീപത്താണ് ആനക്കൂട്ടം എത്തിയത്. പ്ലാന്റേഷൻ തൊഴിലാളികൾ ബഹളം വച്ചതോടെ ആനകൾ പിൻവാങ്ങി. പുഴ കടന്ന് അതിരപ്പള്ളി റോഡിലെ വെറ്റിലപ്പാറയിലെത്തിയതായിരുന്നു ആനകൾ. തിരിച്ച് കാട്ടിലേക്ക് പോകുന്ന വഴിയാണ് എണ്ണപ്പന മറച്ചിട്ട് ഫെൻസിംഗ് തകർത്തത്. 6 മാസം മുൻപ് അംഗൻവാടി കെട്ടിടത്തിലേക്ക് ആനകൾ എണ്ണപ്പന മറച്ചിട്ടിരുന്നു. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ ദേശീയ താളവാദ്യോത്സവത്തിന് തൃശൂരിൽ തുടക്കമായി. താളവാദ്യ കലാവിസ്മയങ്ങളുടെ സംഗമത്തിനാണ് സാംസ്കാരിക നഗരിയിൽ അരങ്ങുണർന്നത്. തബലമാന്ത്രികൻ ഉസ്താദ് സാക്കിർ ഹുസൈനുള്ള സ്മരണാഞ്ജലിയായിട്ടാണ് സംഗീത നാടക അക്കാദമി തത്തിന്തകത്വം എന്ന പേരിൽ ദേശീയ താളവാദ്യോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. പെരിങ്ങോട് സുബ്രഹ്മണ്യനും സംഘവും അവതരിപ്പിച്ച ഇടയ്ക്ക വിസ്മയത്തോടെയാണ് തത്തിന്തകത്വമിന് തുടക്കമായത്. അക്കാദമി റീജിയണൽ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ അക്കാദമി ചെയർമാൻ കൂടിയായ മേളവിദ്വാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ തമിഴകത്തിന്റെ പ്രാചീന നാടോടി കലാരൂപമായ തപ്പാട്ടം കൊട്ടി ഔപചാരികമായ ഉദ്ഘാടനവും നിർവഹിച്ചു. അക്കാദമി നിർവാഹക സമിതി അംഗം TR അജയൻ അധ്യക്ഷത വഹിച്ചു. കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ അനുസ്മരണം നടത്തി. മേളപ്രമാണി പത്മശ്രീ പെരുവനംകുട്ടൻ മാരാർ, അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി, ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് തിരുനങ്കൈ തമിഴിനിയും ഡേവിഡും സംഘവും അവതരിപ്പിച്ച തപ്പാട്ടം അരങ്ങേറി. ശേഷം മരുഭൂമിയുടെ താളമായ കർദാൾ, കൊമ്പുപറ്റ്, ശങ്കരൻകുട്ടിമാരാരും സംഘവും പുളിമുട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ താളശില്പം ഉൾപ്പെടെയുള്ള വാദ്യ കലാരൂപങ്ങളും അരങ്ങിലെത്തി. 2ാം ദിനമായ ശനിയാഴ്ച വാദ്യകലാകാരികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധയാകർഷിക്കുന്ന പെൺകാലങ്ങൾ എന്ന സെഷൻ ഉണ്ടാകും. അക്കാദമിയിലെ 3 വേദികളിലായി 3 ദിവസങ്ങളിലുമായി അരങ്ങേറുന്ന താളവാദ്യോത്സവം ഞായറാഴ്ച സമാപിക്കും. മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചെയർമാൻ സിംഫണിയോടെയാണ് വാദ്യോത്സവത്തിന് തിരശീല വീഴുക. TCV തൃശൂർ. മാലിന്യമുക്തവും ശുചിത്വമുള്ളതുമായി തൃശൂർ നഗരത്തെ മാറ്റാനുള്ള പ്രവർത്തനങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകരുതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ശുചിത്വത്തിന്റെ കാര്യത്തിൽ ബോധവൽക്കരണം മാത്രം പോരാ, നിയമം നൽകുന്ന അധികാരം ഉപയോഗിച്ച് മാലിന്യം പൊതുസ്ഥലത്ത് തള്ളുന്നവരോടും വലിച്ചെറിയുന്നവരോടും കണ്ണിൽ ചോരയില്ലാത്ത നടപടി സ്വീകരിച്ചാലേ മാറ്റം വരുമെന്നും MB രാജേഷ് ഓർമ്മിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിനുള്ള കേന്ദ്രത്തിന്റെ 135 കോടിയുടെ RDSS പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം കോർപ്പറേഷൻ അങ്കണത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ കേരളത്തിന്റെ ശുചിത്വ തലസ്ഥാനം കൂടിയായി മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വർഗീസ് കണ്ടംകുളത്തി, PK ഷാജൻ, ഷീബ ബാബു, അഡ്വൈസറി കമ്മിറ്റി അംഗം EC പത്മരാജൻ, കോർപ്പറേഷൻ സെക്രട്ടറി VP ഷിബു തുടങ്ങിയവർ സംസാരിച്ചു.
ലാലൂരിൽ പുതിയ 110 kV സബ്സ്റ്റേഷൻ സ്ഥാപിച്ച് വൈദ്യുതി വോൾട്ടേജ് വേരിയേഷൻ ക്രമീകരിക്കുക. പഴക്കം ചെന്ന വൈദ്യുതി കമ്പികൾ മാറ്റി സുരക്ഷിതമായ ABC കേബിൾ സ്ഥാപിക്കുക. ട്രാൻസ്ഫോർമറുകൾക്ക് ഡിസ്ട്രിബ്യൂഷൻ ബോക്സുകൾ സ്ഥാപിക്കുക. ERPSI പദ്ധതി വഴി വൈദ്യുതി വിഭാഗം പൂർണ്ണമായി കമ്പ്യൂട്ടർവൽക്കരിക്കുക. പുതിയ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആൻഡ് കസ്റ്റമർ കെയർ സംവിധാനം നടപ്പിലാക്കുക. നിലവിലെ 33 kV സബ്സ്റ്റേഷനിൽ പുതിയ 8 MVA ട്രാൻസ്ഫോർമർ സ്ഥാപിക്കുക. പഴക്കം ചെന്ന ട്രാൻസ്ഫോർമർ മാറ്റി പുതിയ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കുക. 57 കിലോമീറ്റർ ഹൈടെൻഷൻ UG കേബിൾ സ്ഥാപിക്കുക. സ്വരാജ് റൗണ്ടിൽ UG കേബിൾ വഴി വൈദ്യുതി വിതരണം നടത്തുക. സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യഘട്ടം 1270 സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുക. KSEBയുമായി ചേർന്ന് സ്കാഡ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ പദ്ധതികളാണ് 135.37 കോടി രൂപയുടെ RDSS പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. TCV തൃശൂർ. കുരിയച്ചിറയിൽ 3 കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച സംസ്ഥാനത്തെ ആദ്യ ഇന്റലിജന്റ് ഓർഗാനിക് ഡൈജസ്റ്റർ വിത്ത് സോളാർ എയർ ഹീറ്റർ പ്ലാന്റിന്റെ സമർപ്പണം നടന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക പ്ലാന്റിനെതിരെ സമരം ചെയ്യുന്നത് സാമൂഹ്യദ്രോഹികളും വിവരമില്ലാത്തവരുമാണെന്നും അവരെ പ്ലാന്റ് കൊണ്ട് കാണിക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK ഷാജൻ, വർഗീസ് കണ്ടംകുളത്തി, കൗൺസിലർ R രാഹുൽനാഥ്, കോർപ്പറേഷൻ സെക്രട്ടറി VP ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. അതേസമയം കോൺഗ്രസും BJPയും ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചു. ഞാൻ ഈ തദ്ദേശ വകുപ്പിന്റെ മന്ത്രിയായ ഭക്ഷണം കഴിച്ച് ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇത് എന്റെയോ ഇവിടെ സർക്കാർ തീരുമാനിച്ചു. കുരിയച്ചിറയിലെ പുതിയ മാലിന്യ പ്ലാന്റിനെതിരെ പ്ലക്കാർഡുകളുമായി കോൺഗ്രസ് കൗൺസിലർമാരുടെയും ആക്ഷൻ കൗൺസിൽ ഫോർ ക്ലീൻ കുരിയച്ചിറയുടെയും പ്രതിഷേധം. കോർപ്പറേഷൻ പ്രതിപക്ഷ ഉപനേതാവ് EV സുനിൽ രാജ്, ഡിവിഷൻ കൗൺസിലർ സിന്ധു ആൻഡോ ചാക്കോള എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കോൺഗ്രസ് പ്രതിഷേധം. മന്ത്രി MB രാജേഷിന്റെ വാഹനം സമരക്കാർ തടയാൻ ഒരുങ്ങിയെങ്കിലും മന്ത്രി വരുന്നതിന് മുൻപ് പ്രതിഷേധക്കാരെ പോലീസ് നീക്കി. മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത അവസാനിപ്പിക്കുന്നതിനായി ഹരിതകർമ്മസേനയെ കൂടുതൽ കാര്യക്ഷമമാക്കി ഓരോ പഞ്ചായത്തിലും കുറഞ്ഞത് 100 MCFകൾ നിർമ്മിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. പെരിഞ്ഞനം പഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച 262 കുടുംബങ്ങൾക്കുള്ള താക്കോൽദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പഞ്ചായത്തിൽ നടപ്പിലാക്കിയ സമഗ്ര ആരോഗ്യ പദ്ധതി സർവേ റിപ്പോർട്ട് സമർപ്പണം, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ LTS മുഖേന പൂർത്തിയാക്കിയ ഇന്റലിജന്റ് പ്രോപ്പർട്ടി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ അധ്യക്ഷത വഹിച്ചു. ലൈഫ് എന്ന പദ്ധതി ഇന്ത്യയിൽ സമാനതകളില്ലാത്ത ഒന്നാണ്. ഒറ്റപ്പാലം പഴയലക്കിടിയിൽ അംഗൻവാടി ടീച്ചറുടെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞ് മാല പൊട്ടിച്ചു. പഴയലക്കിടി 14 നമ്പർ അംഗൻവാടിയിലാണ് സംഭവം. അംഗൻവാടി അധ്യാപിക കൃഷ്ണകുമാരിയുടെ കഴുത്തിലണിഞ്ഞിരുന്ന 3.5 പവന്റെ മാലയാണ് മോഷ്ടാവ് പൊട്ടിച്ചത്. കുട്ടിയെ ചേർക്കാനുള്ള വിവരം അന്വേഷിക്കാനെന്ന വ്യാജേനയാണ് ഇയാൾ അംഗൻവാടിയിലെത്തിയത്. ടീച്ചറും കുട്ടികളും ഉറക്കെ നിലവിളിച്ചതോടെ അയൽവാസികൾ ഓടിയെത്തിയപ്പോഴേക്കും മോഷ്ടാവ് മാല ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞു. പെരുമ്പിലാവിൽ ഓട്ടോ വിളിച്ചതിന്റെ വാടക ചോദിച്ചതിന് ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. തമിഴ്നാട് സ്വദേശി ചിന്നരാജ് പെരുമ്പിലാവ് KR ബാറിന് സമീപത്ത് നിന്ന് ഓട്ടോ വിളിച്ച് വീട്ടിൽ പോയതിനു ശേഷം കൂലി ചോദിച്ച ഡ്രൈവർ ഷാജഹാനെ മർദ്ദിക്കുകയായിരുന്നു. ഷാജഹാനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സമീപത്തെ വീടുകാർ വീഡിയോയിൽ പകർത്തി. ഷാജഹാൻ പോലീസിൽ പരാതി നൽകി. പാവർട്ടി മനപ്പിടി ഇറച്ചിപ്പുരയ്ക്ക് സമീപം മേലിട്ട് ജോസിന്റെ വീട്ടിൽ വീണ്ടും മോഷണ ശ്രമം. വെള്ളിയാഴ്ച പുലർച്ചെ മോഷ്ടാവെന്ന് കരുതുന്ന വ്യക്തി വീടിന്റെ പിറകുവശത്തേക്ക് കടന്നുവരുന്ന ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ക്യാമറയിലെ ഫ്ലാഷ് ലൈറ്റ് മിന്നുകയും വീട്ടുടമയുടെ ഫോണിൽ അലാറം മുഴങ്ങുകയും ചെയ്തതോടെ മോഷ്ടാവ് മുഖം മറച്ച് തിരിച്ചു പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. വീട്ടുകാർ അകത്തും പുറത്തുമുള്ള ലൈറ്റുകൾ തെളിയിക്കുകയും ചുറ്റുപാടും പരിശോധന നടത്തുകയും ചെയ്തെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലും ജോസിന്റെ വീട്ടിൽ മോഷണ ശ്രമം നടന്നിരുന്നു. വീട്ടുകാർ പാവറട്ടി പോലീസിൽ പരാതി നൽകി. പാവറട്ടിയിലും പരിസരങ്ങളിലും മോഷണ ശ്രമം തുടരുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.
പഴനിയിൽ വാൻ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് തൃശൂർ സ്വദേശികളായ 7 പേർക്ക് പരിക്കേറ്റു. ഡ്രൈവർ ഉൾപ്പെടെ 16 പേർ യാത്ര ചെയ്ത വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പുഷ്പത്തൂരിൽ വെച്ച് വാനിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും റോഡിന്റെ മധ്യത്തിലുള്ള ബാരിയറിൽ ഇടിക്കുകയുമായിരുന്നു. ക്ഷേത്ര ദർശനത്തിന് പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരിയിൽ വീടിന്റെ പുറകുവശം ഇടിഞ്ഞു വീണ് യുവതി ഉൾപ്പെടെ താഴ്ചയിലേക്ക് പതിച്ചു. യുവതി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MH ഷാനവാസിന്റെ വീട്ടിലാണ് അപകടമുണ്ടായത്. ഓട്ടുപാറ ജില്ലാ ആശുപത്രിക്ക് സമീപം താമസിക്കുന്ന ഷാനവാസിന്റെ ഭാര്യ ഷീനയാണ് വീടിന്റെ പിൻഭാഗം ഇടിഞ്ഞ് താഴ്ചയിലേക്ക് പതിച്ചത്. കറിവേപ്പില എടുക്കുവാൻ പോയ നേരത്താണ് കരിങ്കൽ ഉൾപ്പെടെയുള്ള ഭാഗം തകർന്ന് കല്ലും മണ്ണും ഉൾപ്പെടെ താഴ്ചയിലേക്ക് പതിച്ചത്. തുടർന്ന് കോണിയിലൂടെ അപകടത്തിൽപ്പെട്ട ഷീനയെ മുകളിൽ എത്തിക്കുകയായിരുന്നു. ശക്തമായ മഴയിലും കാറ്റിലും ചിറ്റിശ്ശേരിയിൽ കോൺക്രീറ്റ് വീട് തകർന്നു. വീടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ചിറ്റിശ്ശേരി കുണ്ടേപ്പറമ്പിൽ സജിയുടെ വീടാണ് തകർന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. സജിയുടെ ഭാര്യ ബിനിതയും മക്കളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ശബ്ദം കേട്ട് വീടിന് പുറത്തേക്ക് ഓടി മാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. വീടിന്റെ മുൻവശം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ചുമരുകൾക്ക് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. KK രാമചന്ദ്രൻ MLA, നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു എന്നിവർ സ്ഥലം സന്ദർശിച്ചു. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ തന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഇയർ ബാലൻസ് എന്ന ഗുരുതരമായ രോഗാവസ്ഥയെ മരുന്നില്ലാതെ സുഖപ്പെടുത്തുന്ന ഒരു ഡോക്ടറെക്കുറിച്ചായിരുന്നു ആ പോസ്റ്റ്. ചന്ദ്രാപ്പനി സ്വദേശിയായ ഡോക്ടർ MR രവിയായിരുന്നു ലാലിന്റെ പോസ്റ്റിലെ താരം. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോസ്റ്റ് വൈറലായി. ഒപ്പം ഡോക്ടർ രവിയുടെ ഫോണിലേക്ക് പരിചിതരും അപരിചിതരുമായ നിരവധി പേരുടെ ഫോൺ കോളുകൾ ഒഴുകിയെത്തി. ഇയർ ബാലൻസ് രോഗബാധിതരായിരുന്നു വിളിച്ചവരിൽ ഭൂരിഭാഗവും. കഴിഞ്ഞ 8 വർഷമായി ഈ രംഗത്ത് പ്രശസ്തനാണ് ഡോക്ടർ രവി. വർഷങ്ങളോളം ഈ രോഗാവസ്ഥ മൂലം കഷ്ടപ്പെടുന്നവർക്ക് നിമിഷങ്ങൾക്കുള്ളിൽ മരുന്നില്ലാതെ ഡോക്ടർ അസുഖം മാറ്റിക്കൊടുക്കും. നിരവധി മരുന്നുകൾ കഴിച്ചിട്ടും രോഗം മാറാതെ നിരാശയിലാഴുന്നവരെല്ലാം രവി ഡോക്ടറെ കണ്ട് സന്തോഷത്തോടെ മടങ്ങും. അവരുടെ അസുഖം പൂർണ്ണമായി മാറിയെന്ന് ഡോക്ടറെ വിളിച്ചറിയിക്കും. ദിനംപ്രതി നിരവധി പേരാണ് ഇത്തരത്തിൽ ഡോക്ടറെ തേടിയെത്തുന്നത്. 2006 വയനാട്ടിൽ നിന്ന് DMO ആയാണ് ഡോക്ടർ രവി സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. 8 വർഷം മുമ്പ് തനിക്ക് അനുഭവപ്പെട്ട ഇയർ ബാലൻസ് പ്രശ്നത്തിന് മറ്റുള്ളവരെ പോലെ ഡോക്ടർ രവിയും മരുന്ന് കഴിച്ചു. 2 ദിവസം കൊണ്ട് പ്രശ്നം പരിഹരിച്ചു. പക്ഷെ പിന്നീട് ഭാര്യയ്ക്ക് സമാന അവസ്ഥ വന്നപ്പോഴാണ് ഇതേക്കുറിച്ച് ഡോക്ടർ പഠനം നടത്തുന്നത്. ലളിതമായ ചില വ്യായാമങ്ങൾ ഈ അസുഖത്തിന് ഉപകാരപ്രദമാകുമെന്ന തിരിച്ചറിവ് ഭാര്യയിൽ പരീക്ഷിച്ചതോടെ ഡോക്ടർ വിജയം കണ്ടു. അന്ന് തൊട്ട് തന്റെ അടുത്തെത്തുന്ന രോഗികളിലും ഡോക്ടർ ഈ പരീക്ഷണങ്ങൾ ആവർത്തിച്ചു. 8 വർഷത്തിനുള്ളിൽ 30,000-ലധികം പേർക്ക് പൂർണ്ണമായും അസുഖം മാറ്റാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് രവി ഡോക്ടർ. ഒരു 8 വർഷം മുമ്പ് എനിക്കിത് വന്നു. അപ്പോഴാണ് എൻ്റെ ഭീകരാവസ്ഥ എനിക്ക് മനസ്സിലായത്. ഇതൊരു നിസ്സാര കാര്യമാണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് മനുഷ്യനെ ഒന്നിനും കൊള്ളാണ്ടാക്കണം, ജീവിക്കാൻ തന്നെ ആഗ്രഹം ഇല്ലാണ്ടാക്കാവുന്ന തരത്തിലുള്ള രോഗം. പക്ഷേ ഇതിന് എക്സിസ്റ്റിംഗ് ട്രീറ്റ്മെൻ്റ് ഒന്നും ഇതിന് എഫക്റ്റീവായിട്ട് ഇല്ല എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ അന്വേഷിക്കുകയും നെറ്റിലൊക്കെ ഒരു എക്സ്റ്റെൻസീവായിട്ടൊരു റിസർച്ച് തന്നെ നടത്തിയിട്ടാണ് ഞാനത് കണ്ടുപിടിക്കാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നതിന് ശേഷം 1 മാസത്തിനുള്ളിൽ എൻ്റെ മിസ്സിസിന് ഇതേപോലെ തന്നെ വന്നു. എനിക്ക് തോന്നി ഞാൻ ഈ മനസ്സിലാക്കി വെച്ച പ്രൊസീജിയർ ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ തോന്നി. 10 മിനിറ്റിനുള്ളിൽ അത് ഞാൻ കംപ്ലീറ്റ് മാറിപ്പോയി. അപ്പോഴാണ് ഇതിൻ്റെ എഫക്റ്റീവ്നെസ് എനിക്ക് മനസ്സിലായത്. അന്ന് തൊട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി. ഇഷ്ടംപോലെ ആൾക്കാർ, അതായത് എല്ലാവർക്കും മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ഇതിനിടയിൽ ഇക്കഴിഞ്ഞ മെയ് 31 ഡോക്ടറെ കുറിച്ചറിഞ്ഞിരുന്ന മോഹൻലാലിന്റെ സിംഗപ്പൂരിലുള്ള അടുത്ത ബന്ധു രവി ഡോക്ടറെ ഫോണിൽ ബന്ധപ്പെട്ട ഇയർ ബാലൻസ് പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. തിരിച്ച് വീഡിയോ കോൾ വിളിച്ച് ലളിതമായ വ്യായാമത്തിലൂടെ ഡോക്ടർ അതിന് പരിഹാരം കാണുകയും ചെയ്തു. ഇക്കാര്യം മോഹൻലാലുമായി പങ്കുവച്ചപ്പോൾ ഡോക്ടറെ നേരിൽ കാണണമെന്ന ലാലിന് ആഗ്രഹം. ജൂൺ 23 ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ ലാൽ മടങ്ങുന്ന വഴി പുലർച്ചെ ഡോക്ടറുടെ വീട്ടിലെത്തി. 1 മണിക്കൂർ കഴിഞ്ഞാണ് ലാൽ മടങ്ങിയത്. സമൂഹത്തിൽ ഇത്തരം മനുഷ്യരാണ് യഥാർത്ഥ ഹീറോകൾ. അതുകൊണ്ട് തന്നെ ഈ ഹീറോയെപ്പറ്റി അദ്ദേഹത്തിന്റെ പിന്തുണയും സഹായവും രക്ഷയായേക്കാവുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടി പറയണമെന്ന് തോന്നി എന്ന വരിയോടെയാണ് മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. TCV ന്യൂസ്, കയ്പമംഗലം. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ.
തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് SDPI ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തൃശൂർ പാലസ് റോഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് DMO ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം SDPI ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമർ മുഖ്താർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ TM അക്ബർ, EM ലത്തീഫ്, ട്രഷറർ യഹിയ മന്ദലാംകുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിലെ തർപ്പണ തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. തർപ്പണ തിരുനാളിനോടനുബന്ധിച്ച് ദേവാലയ സമുച്ചയം വൈദ്യുതി ദീപാലങ്കൃതമായി. ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ ചാവക്കാട് SHO VV വിമൽ നിർവഹിച്ചു. ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിന്റ് പാണയങ്ങാടൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ശനിയാഴ്ച വീടുകളിലേക്ക് അമ്പ് വള എഴുന്നള്ളിപ്പ് നടക്കും. വൈകിട്ട് നടക്കുന്ന കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ കാർമ്മികത്വം വഹിക്കും. കുഴൂർ പഞ്ചായത്തിൽ പനമ്പിള്ളി ഗോവിന്ദമേനോന്റെ പേരിലുള്ള തെക്കൻ താണിശ്ശേരി കള്ളിയാട് റോഡ് പുനർനിർമ്മാണം നിർത്തിവെച്ചു. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ള പൈപ്പ് സ്ഥാപിച്ച ഭാഗങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കാത്തതാണ് കാരണം. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ കരാറിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യമായതിനാൽ റോഡിന്റെ കരാറുകാരന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമില്ല. അതേസമയം ജൽജീവൻ മിഷൻ പദ്ധതിയുമായി റോഡ് നിർമ്മാണത്തിന്റെ അധിക കരാറുണ്ടാക്കി പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. പൈപ്പ് സ്ഥാപിക്കാൻ ഉണ്ടാക്കിയ തോടുകൾ മൂടി പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് നിരവധി തവണ ജൽജീവൻ മിഷൻ ഉന്നത ഉദ്യോഗസ്ഥരോട് 2 മാസം മുൻപ് മുതൽ കത്ത് നൽകിയും നേരിട്ട് ചർച്ചകൾ നടത്തിയും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വൈകാതെ പരിഹരിക്കുമെന്ന ഉറപ്പ് നൽകിയെന്നും കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ അറിയിച്ചു. റോഡ് തകർന്നു കിടക്കുന്നതിനാൽ ഇതുവഴിയുള്ള ബസ്സുകൾ സർവീസ് നിർത്തിവച്ചിരിക്കുകയാണ്. KSRTCയും കൂടി ഇല്ലാതായതോടെ യാത്രാ ദുരിതം രൂക്ഷമായി. ഇതിനിടയിലാണ് പഞ്ചായത്തിന്റെ ഗ്രാമവണ്ടി ആശ്വാസമായി എത്തിയത്. ആദ്യ കരാറുകാരൻ ഉപേക്ഷിച്ചുപോയി 3 വർഷത്തിന് ശേഷമാണ് മറ്റൊരു കരാറുകാരൻ ഏറ്റെടുത്തത്. പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പദ്ധതിയിലാണ് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള റോഡിന് ഫണ്ട് അനുവദിച്ചിരുന്നത്. റോഡിന്റെ പുനർനിർമ്മാണം 2022 ഏപ്രിൽ മാസത്തിലാണ് ആരംഭിച്ചത്. കൾവെട്ടുകളുടെ നിർമ്മാണം മാത്രമാണ് ആദ്യ കരാറുകാരൻ പൂർത്തിയാക്കിയിട്ടുള്ളത്. TCV ന്യൂസ് മാള. ജനതാദൾ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷൺമുഖൻ വടക്കുംപറമ്പിലിനെ ആക്രമിച്ച പ്രതിയെ ഉടൻ പിടികൂടണമെന്ന് ജനതാദൾ തൃശൂർ ജില്ലാ ഭാരവാഹികളുടെ യോഗം ആവശ്യപ്പെട്ടു. പരിക്കുപറ്റിയ ഷൺമുഖൻ വടക്കുംപറമ്പിലിനെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭാരവാഹി യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി, സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺ വാഴപ്പള്ളി, രാഘവൻ മുളങ്ങാടൻ, പ്രീജു ആന്റണി, M മോഹൻദാസ്, ബാബു മാളിയേക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. നികുതി കൊള്ള തുടരാൻ സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള തൃശൂർ കോർപ്പറേഷന്റെ നീക്കം ജനദ്രോഹ നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ കുറ്റപ്പെടുത്തി. കോർപ്പറേഷനിലെ കെട്ടിട നികുതി പിരിവിനെതിരെ 100 കണക്കിന് നികുതിദായകർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കോർപ്പറേഷനിൽ നടക്കുന്നത് നിയമവിരുദ്ധമായ നികുതി പിരിവാണെന്നും അനുവദിക്കാൻ സാധിക്കില്ലെന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. തുടർന്ന് കൗൺസിലിനെ പോലും അറിയിക്കാതെ LDF ഭരണ നേതൃത്വം ഈ വിധിക്കെതിരെ അപ്പീൽ പോയെങ്കിലും അതും തള്ളി. തുടർന്നാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ നീക്കം നടക്കുന്നത്. ഇത് നിർത്തിവെക്കണമെന്ന് രാജൻ പല്ലൻ ആവശ്യപ്പെട്ടു. തൃശൂർ തെക്കേമഠം ആചാര്യരത്നം പുരസ്കാരം പ്രശസ്ത പണ്ഡിതനും തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം തന്ത്രിയും തന്ത്രശാസ്ത്ര കുലപതിയുമായ തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാടിന് സമാപിക്കും. തിങ്കളാഴ്ച തെക്കേമഠം ലക്ഷ്മി മണ്ഡപത്തിൽ സംഘടിപ്പിക്കുന്ന സത്സംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പുരസ്കാരം സമർപ്പിക്കും. 10,001 രൂപയും ഫലകവും പ്രശസ്തിപത്രവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം. തെക്കേമഠം മാനേജർ വടക്കുംപാട്ട് നാരായണൻ അധ്യക്ഷത വഹിക്കും. കൊടുങ്ങല്ലൂർ മേത്തലയിൽ +2 വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പറമ്പിക്കുളങ്ങര എടച്ചാലിൽ പ്രദീപിന്റെ മകൾ നന്ദകൃഷ്ണയാണ് മരിച്ചത്. വീട്ടിലെ കിടപ്പുമുറിയിലാണ് നന്ദകൃഷ്ണയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു.
ലോക ജനസംഖ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടന്നു. കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഡെപ്യൂട്ടി DMO ഡോക്ടർ TK അനൂപ്, വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ TK ജയന്തി, കൊടകര ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ, EK സദാശിവൻ, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, പുതുക്കാട് പഞ്ചായത്ത് അംഗം സെബി കുടിയൻ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരിയിൽ 61കാരനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഉദയനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ വാടകയ്ക്ക് താമസിക്കുന്ന എങ്ങക്കാട് സ്വദേശി വെളുത്തേടത്ത് ശശിധരനാണ് മരിച്ചത്. മൃതദേഹത്തിന് 4 ദിവസത്തെ പഴക്കമുണ്ട്. ഇയാൾ വിമുക്ത ഭടനാണ്. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇനി നോക്കാം വാണിജ്യം. രുചിയൂറും ഭക്ഷണ വിഭവങ്ങളുമായി കാലിക്കറ്റ് പാരഡൈസ് റെസ്റ്റോറന്റ് തൃശൂർ വെളിയന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. വ്യത്യസ്തമായ രുചിഭേദങ്ങൾ ഭക്ഷണപ്രേമികൾക്ക് സമ്മാനിച്ചാണ് കാലിക്കറ്റ് പാരഡൈസ് റെസ്റ്റോറന്റ് തൃശൂർ വെളിയന്നൂരിൽ മാതൃഭൂമി ഓഫീസിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിനെത്തിയ കുരുന്നുകൾ ചേർന്ന് റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മലബാറിന്റെ രുചിപെരുമ ഇനി തൃശൂരിലും ലഭിക്കും എന്നതാണ് പ്രത്യേകത. റെസ്റ്റോറന്റ് ഉടമകൾ, ബന്ധുമിത്രാദികൾ, പ്രമുഖരായ വ്യക്തികൾ, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മലബാറിലെ സ്പെഷ്യൽ വിഭവങ്ങളായ ഫിഷ് മാംഗോ കറി, പോത്ത് മല്ലി പെരളാൻ, ബീഫ് ഇസ്റ്റു, ലഗൂൺ ചിക്കൻ ബിരിയാണി, കൊണ്ടോട്ടി ചിക്കൻ വിങ്സ്, മുംബൈ ഹാജ്ലി ഫ്രഷ് ക്രീം തുടങ്ങിയവയുടെ വ്യത്യസ്തത ഇവിടെ ആസ്വദിക്കാനാകും. വിവാഹങ്ങൾക്കും മറ്റ് ഫംഗ്ഷനുകൾക്കുമുള്ള രുചികരമായ വിഭവങ്ങൾ തയ്യാറാക്കി നൽകും. വിപുലമായ പാർക്കിംഗ് സൗകര്യവും കാലിക്കറ്റ് പാരഡൈസ് റെസ്റ്റോറന്റിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9562367000. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. CPI ജില്ലാ സമ്മേളനം ഇരിങ്ങാലക്കുടയിൽ തുടരുന്നു. കോൺഗ്രസിന്റെ കൈപ്പത്തിയിലുള്ളത് വടകര ബേപ്പൂർ മോഡൽ സഖ്യത്തിന്റെ തഴമ്പെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ സമ്മേളനത്തിൽ വിമർശനം. BJP സംസ്ഥാന ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചു. MT രമേശും ശോഭാ സുരേന്ദ്രനും നേതൃനിരയിലേക്ക്. മുൻ DGP R ശ്രീലേഖ വൈസ് പ്രസിഡന്റാകും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരായ പുലിപ്പല്ലുമാല പരാതിയിൽ വനം വകുപ്പ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. പരാതിക്കാരനോട് ഈ മാസം 21-ന് നേരിട്ട് ഹാജരായി മൊഴി നൽകാൻ നിർദ്ദേശം നൽകി വനം വകുപ്പ്. വെള്ളിക്കുളങ്ങര നായാട്ടുകുണ്ടിൽ വീടുകൾക്കരികെ പുലിയെ കണ്ടതായി നാട്ടുകാർ. കാലടി പ്ലാന്റേഷനിലെ 17-ാം ബ്ലോക്കിൽ ഫെൻസിംഗിലേക്ക് ആനക്കൂട്ടം എണ്ണപ്പന മറിച്ചിട്ടു. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ ദേശീയ താളവാദ്യോത്സവത്തിന് തൃശൂരിൽ തുടക്കമായി. 3 ദിവസങ്ങളിലായി അരങ്ങേറുന്ന താളവാദ്യോത്സവം ഞായറാഴ്ച സമാപിക്കും. മാലിന്യമുക്തവും ശുചിത്വമുള്ളതുമായി തൃശൂർ നഗരത്തെ മാറ്റാനുള്ള പ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടാകരുതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. കുരിയച്ചിറയിലെ ആധുനിക മാലിന്യ പ്ലാന്റിനെതിരെ സമരം ചെയ്യുന്നത് സാമൂഹ്യദ്രോഹികളും വിവരമില്ലാത്തവരുമാണെന്നും മന്ത്രി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.